എന്തെങ്കിലും ഗസ് ഉണ്ടോ? 25 കൊല്ലം മുമ്പ് ഇത് നഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ മക്കളായിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ തേങ്ങ ചാനലിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ 60ാമത്തെ പിറന്നാളാണ്. അപ്പൊ അച്ഛനൊരു കിടക്കാച്ചൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ എല്ലാ പിറന്നാളിലും നമ്മൾ പ്ലാൻ ചെയ്യും ഒരു ഗിഫ്റ്റ്. നമ്മുടെ കുറെ കാലമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ഗിഫ്റ്റ് ആട്ടോ. കാരണം അച്ഛൻ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണത്. അപ്പൊ അത് കൊടുക്കണം എന്ന് ഒരുപാട് കാലത്തെ പ്ലാനാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്കൊന്നും എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗിഫ്റ്റ് കണ്ടില്ലേ? ഇപ്പൊ ഒരു 3-4 ദിവസത്തെ പ്രയത്നത്തിന്റെ ഒടുവിൽ നമ്മുടെ ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അവിടെ പരിപാടിയൊക്കെ ചെറുതായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഹാപ്പി അവൻ പറഞ്ഞാണ് ഹാപ്പി ബർത്ത്ഡേ പറയണവൻ. ഞാനാ ആർക്കാ കൊടുക്കണ്ടേ? അച്ഛൻ എവിടെ? എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഗസ് ചെയ്യണ്ട. ഗസ് ചെയ്ത പ്ലാൻ പാളും. അപ്പൊ അച്ഛൻ അപ്പൊ അത് പൊട്ടിക്കുന്ന മുന്നേ ഇതിൽ എന്തായിട്ടെന്ന് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നല്ലോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ പാലക്കാടിലെ പെരുവമ്പ് എന്നുള്ള സ്ഥലത്താട്ടോ. ഇവിടെ വാദ്യോപകരണങ്ങൾക്ക് പാലക്കാടിലെ ഏറ്റവും കൂടുതലായിട്ട് വാദ്യോപകരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം നമ്മുടെ പെരുവമ്പാണ്. അപ്പൊ അവിടെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അച്ഛന്റെ തബല നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. കണ്ടില്ല, ഇവിടെ തോലി കാര്യങ്ങളൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് വീടുകളിൽ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അങ്ങനെ തബല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പയറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ സതീഷേട്ടന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ തബല എന്തായി നോക്കിയിട്ട് വരാം. വാ. ഇതാണ് നമ്മുടെ തബല അല്ലേ? എല്ലാം റെഡി ആയിട്ടിരിക്കുന്നില്ലേ? എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോകാലോ? അത് ഓക്കെ ആയിട്ടില്ലേ? എല്ലാം കഴിഞ്ഞു. പിന്നെ എന്താണ് നമ്മുടെ കുറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ ഒരു തബല റിപ്പയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ സാധിച്ചിരിക്കുകയാണ്. നമ്മളത് സംഭവം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോകാം. അവിടെ കുറച്ചും കൂടി നീളം. അപ്പൊ ശരി, നമുക്ക് കാണാം. ഇപ്പൊ ഒരു തബല റിപ്പയർ ചെയ്തു. അതുപോലെ ഡെക്ക് നമ്മൾ പുതിയത് മേടിക്കുകയും ചെയ്തു. അങ്ങനെ സാധനം കൊണ്ടൊന്ന് വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് 2 ദിവസം മാറ്റി, ആരും അറിയാതെ മാറ്റി വെച്ച്. അപ്പോൾ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവർക്കും ആകാംക്ഷയായിട്ട്, അച്ഛനേക്കാൾ ആകാംക്ഷയുടെ പിള്ളേർക്ക് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും കൂടി വലിച്ചു കയറി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇത് തുറക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ, ഇപ്പൊ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന അച്ഛന്റെ എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണണം. ബോംബാണോ? അത് മനസ്സിലാവുമല്ലോ.
ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി അടിപൊളി 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 സൂപ്പർ. നമ്മുടെ ഹാപ്പി അല്ലേ? കണ്ണു നേരത്താ? ഇല്ല കൊറേ കാലത്തെ പ്ലാൻ ആയിരുന്നടാ ഇത്. കൊറേ അച്ഛൻ എന്താ പറയാലേ, പഴയ രാജാവാണ്. ഞങ്ങൾക്ക് അറിയുന്ന കാലം മുതൽ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് വിറ്റത്, അച്ഛൻ്റെ നിന്ന് പോയത്. അപ്പൊ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യുന്നൊരു വാശി ഉണ്ടായിരുന്നു. ആരാണ് വീട്ടിൽ വന്നിട്ട് തബല പഠിപ്പിക്കാൻ വന്നിട്ട് ഓർമ്മയുണ്ടാ? മറക്കാൻ പറ്റുമോ? ഓക്കെ, ഓ പരിപാടിയൊക്കെ ഉഷാറാക്കി തന്ന എല്ലാവർക്കും കമ്മിറ്റഡ് സന്തോഷം മാത്രം. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം. യൂട്യൂബിൽ റീൽ അപ്പൊ നമുക്ക് ബാക്കി പരിപാടിക്ക് പോവാം. ഓക്കെ അല്ലേ അമ്മ? നമ്മൾക്കൊന്നും പറയാം അമ്മ. എന്നാ പറ, ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് നന്നായിട്ടുണ്ട്. 25 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടതാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട് തബല വിറ്റതാണ്. ഇപ്പൊ മക്കളായിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഇതിനു വേണ്ടിയിട്ടാണ് മക്കളിപ്പോ ഇതൊരു പിറന്നാള് ആഘോഷിക്കണം എന്ന് പറഞ്ഞത്, ഇത് കൊടുക്കാൻ വേണ്ടിട്ട്. ആ ഒരു റിതം കറക്റ്റായി അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല. നമുക്ക് ബാക്കി പരിപാടിക്ക്. അമ്മ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ അത്രയും പ്രിയപ്പെട്ടൊരു സാധനം നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകിയത്. അപ്പൊ അത് നൽകുമ്പോൾ തന്നെ അച്ഛന്റെ കൂടെ അച്ഛന്റെ ഫാമിലിയിലെ എല്ലാവരും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ ഇത് കൊട്ടി നടക്കുന്നത് കണ്ട ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ നമുക്കത് കൊടുക്കണമെന്ന്, റീക്രിയേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തോടു കൂടി നമ്മൾ എല്ലാവരെയും വിളിച്ചപ്പോൾ അവരൊരു സ്നേഹ സമ്മാനം കൊണ്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അറിയില്ല, എനിക്കറിയാം. വാ പറഞ്ഞ കൊല്ലി ഞാന്. ഹാപ്പി ബർത്ത്ഡേ. വിട്ടില്ലല്ലേ? രണ്ടു ഷർട്ട് എനിക്ക് വേണ്ട, രണ്ടര ഞാൻ എടുക്കുന്നു. ഷർട്ട് നോക്കിട്ട് അല്ലേ? ഓക്കെ, നമുക്ക് കൊടുക്കാം. അമ്മ വാ, മക വാ. താങ്ക് യു. ശരി, അവിടെ കയറിയോ? ഇത് ചെറിയ മക്കളുടെ വക. താങ്ക് യു, താങ്ക് യു. വെരി ഗുഡ്. ശരി, അത് മാറ്റി 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 മാറ്റി.
ഒട്ടച്ചി കൊടുക്കും. ദിനുബേ അതൊന്ന് മാറ്റണം അവിടെ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും കൂടി ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്രയായിട്ടോ. അപ്പൊ ഇന്നലെ വൈകുന്നേരമായി നമ്മുടെ പരിപാടികളൊക്കെ തരാൻ. അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ വീഡിയോ നമ്മൾ എടുത്തില്ല. ഇവിടെ അച്ഛൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പോയിട്ടുണ്ട്. പരിപാടി എന്താ വെച്ചാൽ എല്ലാവരും കൂടി കളറാക്കി തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഇത്രയ്ക്ക് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കിടിലൻ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ചെറിയ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം തേങ്ങല. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.